ചിത്തപ്രസാദി ഭഗവാൻ ഗണനായകോമേ, വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം. സർവത്ര കാരിണി സരസ്വതി ദേവി, വന്നെന്നാവിൽ കളിക്കുമദേശനിലായപോലെ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിന്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചുകൈയിലും, നന്മയായി നീ കടഞ്ഞിരിക്കണമേ. കൃഷ്ണനിൽ കണ്ട ഭക്തവാത്സല്യവും, ശ്രീ മുഹമ്മദിൻ സാരോപദേശവും, യേശുവിൻ മഹാത്യാഗവും സ്നേഹവും, ബാപ്പുജി തന്ന ഹിംസയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. Good morning, respected guests, dear parents, teachers, beloved students of Sri Shabdi Central School. It is my honor to welcome you all to the whole ticket blessing ceremony of grade 10 and 12. Themed Seeking Wisdom, Courage and Success. We are gathered here to invite blessings and prayers for our students' bright future, guided by our esteemed guests, Sister Usha of Brahma Kumaris, and also I welcome Sister from Brahma Kumaris who accompanied Usha Didi. Welcome ma'am for the program. This special ceremony makes an important milestone in our students' academic journey, inspire them to believe in the beauty of their dreams and strive for excellence. I would like to welcome our chairman, Mr. Akash Vishnu sir, for the ceremony. Welcome, sir. I would like to welcome our principal, Dilip Kumar sir. Welcome, sir. I would welcome our administrator, Ravi Kumar sir. Welcome, sir. Also, I would like to welcome the class teacher of 10 and 12 and our parents, teachers and non-teaching staffs. May these blessings fill our students with confidence and motivations to achieve great heights in their lives. Thank you, and let us begin the ceremony with prosperity and hope. Once again, I welcome you all to the ceremony. Thank you. शुभं कुरुत्वं कल्याणं, आरोग्यं धनसम्पदः. शुभं कुरुत्वं कल्याणं, आरोग्यं धनसम्पदः. शत्रुबुद्धिविनाशाय दीपज्योतिर्नमोऽस्तुते, दीपज्योतिर्नमोऽस्तुते. दीपज्योतिर्परब्रह्म, दीपज्योतिर्जनार्दनः, दीपज्योतिर्परब्रह्म,
request Sister Usha Devi to place the hall tickets, praying that our students may face their examination with confidence, clarity and calmness. Welcome, ma'am.
ഒരു മിനിറ്റ് സൈലൻസിൽ ഇരിക്കാം. ആ ഒരു മിനിറ്റ് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി വെക്കാം. നമ്മൾ ഈശ്വരനെ ആ ഒരു മിനിറ്റ് നമുക്ക് മനസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി. ഒരു മിനിറ്റ് നമ്മുടെ മനസ്സിനെ പീസ്ഫുൾ ആക്കി വെക്കാൻ സാധിച്ചു. ഒരു മിനിറ്റ് നമുക്ക് ഈശ്വരനെ നമ്മുടെ മനസ്സിൽ കാണാൻ സാധിച്ചു. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് തരുമ്പം എന്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഞാനും 10ാം ക്ലാസ് എഴുതുമ്പോൾ ഹോൾ ടിക്കറ്റ് തന്നു. പക്ഷെ ഇതുപോലെ ചടങ്ങൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതിന്റെ ഒരു ക്രെഡിറ്റ് നമ്മുടെ മാനേജ്മെന്റിനും നമ്മുടെ പ്രിൻസിപ്പളിനും നമ്മുടെ വിഷ്ണു സാറിനും വേണം കൊടുക്കാൻ. എത്ര നല്ല ഒരു ഫ്യൂച്ചറാണ് നിങ്ങളെ കണ്ടത്. പിന്നെ ഭാരതത്തിന്റെ ഒരു സംസ്കാരം ഓർമ്മപ്പെടുത്തി. എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ കഴിവുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മുതിർന്നവരുടെ പാരന്റ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിങ്ങളെ പാരന്റ്സിനെ കൂടി വരാൻ പറഞ്ഞു. അപ്പൊ ആദ്യം അവരുടെ ബ്ലെസ്സിങ്സ് നമുക്കുണ്ട്. പിന്നെ ഗുരുക്കന്മാര് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒന്നെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരുവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന 10ാം ക്ലാസ് 12ാം ക്ലാസ്. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ കരിയറിന് ബേസ് ആയിട്ടുള്ളത്. അപ്പൊ അത്രയും വരെ നമ്മൾ എത്തിച്ച ഗുരുക്കന്മാർ, നമുക്കെല്ലാം ഗൈഡൻസ് കൊടുത്ത നമ്മുടെ പ്രിൻസിപ്പൾ, ഇതിനെല്ലാം ഉപരിയായി ഈ സ്കൂളിന് MD ആയിട്ട് നമ്മുടെ വിഷ്ണു സാർ, നമുക്ക് മറക്കാൻ പറ്റില്ല. എത്ര കുട്ടികളുടെ ഭാവിയെയാണ് ബേസിക് ആയിട്ട് ഉയർത്തിയത് എന്ന്. എനിക്കൊരു സിനിമാ തിയേറ്ററും പണിയാൻ പെർമിഷൻ തരണം എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ ആ CM പറഞ്ഞത് ആദ്യം സ്കൂള് പണി എന്നിട്ട് തരാൻ സിനിമാ തിയേറ്റർ പെർമിഷൻ എന്നിട്ട് തരാം. കാരണം ഒരു വ്യക്തിക്ക് ബേസിക് ആയിട്ട് കിട്ടുന്ന ഒരു സംസ്കാരം സ്കൂളിൽ നിന്നാണ്. കൊറോണ കാലത്ത് സ്കൂളിൽ പോകാതിരുന്ന കുട്ടികളുടെ പാരന്റ്സ് നമ്മളോട് പറയുമായിരുന്നു, സ്കൂളിൽ പോകാത്തതിന്റെ കുഴപ്പം കുട്ടികൾക്കുണ്ട്. സ്കൂളിൽ പോകുമ്പോഴാണ് അവരിൽ ഒരു മാറ്റം, ഒരു പോസിറ്റീവ് ചേഞ്ച് വരുന്നത് സ്കൂളിൽ നിന്നാണ്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ അടുക്കും ചിട്ടയും എങ്ങനെയായിരിക്കണം, മുതിർന്നവരെ എത്രമാത്രം നമ്മൾ ബഹുമാനിക്കണം, അനുസരിക്കണം, ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെ സ്കൂളിൽ നിന്നാണ്. പാരന്റ്സ് എന്നെ പറഞ്ഞാലും നമുക്കതൊരു വിലയില്ല, കാരണം അവരെപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവരല്ലേ. പക്ഷെ ടീച്ചർ പറയുമ്പോഴോ നമുക്ക് അതിനോട് അത്രയും മഹത്വമുണ്ട്. ടീച്ചർ പറയുമ്പോൾ നമുക്ക് അതിനോട് ബഹുമാനമുണ്ട്, അതിന് വാല്യൂ ഉണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാവരും പരീക്ഷ എഴുതാൻ പോകുന്നത് ഏത് ഡേറ്റ് ആണെങ്കിലും ശരി, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെയും സാന്നിധ്യത്തിന് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. ബ്ലെസ്സിങ്സ് കിട്ടിയാൽ മാത്രം പോരാ, നമ്മൾ പഠിക്കുകയും വേണം. പഠിച്ചത് നമുക്ക് ഓർമ്മ വരണമെങ്കിൽ ബ്ലെസ്സിങ്സ് വേണം. ബ്ലെസ്സിങ്സ് വർക്ക് ചെയ്യുന്നത് എവിടെയാണോ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാനില്ലാത്തത് അവിടെ നമ്മുടെ ബ്ലെസ്സിങ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ബ്രഹ്മകുമാരീസിന്റെ ലൈഫിൽ, ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരുപാട് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. കാരണം നമ്മൾ വരുന്നത് വേറൊരു സ്ഥലത്തേക്കാണ് ഈശ്വരന്റെ സേവനം ചെയ്യാൻ വേണ്ടി. അവിടെ നമ്മുടെ ബ്ലഡ് റിലേഷൻ ആരുമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പൊ ആരെങ്കിലും എവിടെയെങ്കിലും നമുക്കൊരു ഹെൽപ്പിന് എത്തിയിരിക്കും. ബ്ലെസ്സിങ്സ് നമുക്ക് സമയത്തിന് ഹെൽപ്പ് ചെയ്യാൻ ബ്ലെസ്സിങ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ നിങ്ങൾ ബ്ലെസ്സിങ്സ് ചേർത്തോ. എത്ര ബ്ലെസ്സിങ്സ് കിട്ടുന്നോ അത്രയും നമ്മുടെ ലൈഫിൽ ഈസി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.